അവിടെ നല്ല രീതിയിൽ നടക്കുന്ന ഈ പൊതിച്ചോറ് മുടക്കിയത് കൊണ്ട് ഈ കെ മുരളീധരനും കോൺഗ്രസിനൊക്കെ എന്ത് കിട്ടാനാ? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ഈ പൊതിച്ചോറ് മുടക്കിയിട്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അവിടെ ആരെങ്കിലും വേറെ പൊതിച്ചോറ് കൊടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സർക്കാർ സംവിധാനം വരികയാണെങ്കിൽ അതിനെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു എന്നുള്ളതാണ്. ഞങ്ങൾ നാളെയും പൊതിച്ചോറ് കൊടുക്കണം എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടിയുള്ള വലിയ പ്രവർത്തനം ഇന്ന് കേരളത്തിലുടനീളം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാ ദിവസവും നടക്കുന്നുണ്ട്. 40,000 പൊതിച്ചോറ് കൊടുക്കുന്ന സംഘടനയാണ് DYFI. അത് നാളെയും തുടരും എന്ന് തന്നെയാണ് ഞങ്ങളിപ്പോൾ പ്രതീക്ഷിക്കുന്നത്. മറിച്ച് ഇപ്പോൾ ഇന്ന് കെ മുരളീധരനൊക്കെ പറഞ്ഞതുപോലെ എന്തെങ്കിലും ഒരു തീരുമാനമോ മറ്റോ വരട്ടെ, അപ്പോൾ നമുക്ക് ആലോചിക്കാം. കമ്മ്യൂണിറ്റി കിച്ചൺ അല്ല, അവർ കമ്മ്യൂണിറ്റി കിച്ചൺ ആരംഭിക്കുമെന്നാണ് പറഞ്ഞത്. അങ്ങനെ അതെ, അല്ല, ഞങ്ങൾ ബാനർ കെട്ടി കൊടി കെട്ടി ഒക്കെ തന്നെയാണ് ഞങ്ങളുടെ പൊതിച്ചോറ് വിതരണവും ഞങ്ങളുടെ എല്ലാ പ്രവർത്തനവും നടത്താറ്. പക്ഷെ അത് ആർക്കെങ്കിലും കൊടുക്കില്ല എന്നോ ഇന്ന വിഭാഗത്തിനാണ് കൊടുക്കുന്നത് എന്നും ഒന്നും ഒരു പരാതി എവിടെയുമില്ല. ഈ കെ മുരളീധരൻ്റെ തന്നെ നേതാവ് സാക്ഷാൽ രമേശ് ചെന്നിത്തല ഞങ്ങളുടെ ഈ ഹൃദയപൂർവ്വം പദ്ധതിയെ, ഈ പൊതിച്ചോറ് വിതരണത്തെ അഭിനന്ദിക്കുന്ന സാഹചര്യമുണ്ടായി. അവരുടെ ഒരു യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു ഇൻഹൗസ് മീറ്റിങ്ങിൽ DYFIയെ കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞു. അത് കേരളത്തിലാകെ വലിയ ചർച്ചയായിരുന്നു. അപ്പോൾ അങ്ങനെ ഇടപെടൽ നടത്തുന്ന, ജനങ്ങൾക്ക് സൗകര്യമാകുന്ന ഒരു പദ്ധതി നടപ്പിലാക്കുന്ന DYFIയോട് എന്തിനാണ് ഇവർക്ക് ഇങ്ങനെ ഒരു അസഹിഷ്ണുത എന്ന് മനസ്സിലാകുന്നില്ല. DYFIയുടെ കൊടി അവിടെ ഉള്ളത് കൊണ്ട് ഏതെങ്കിലും ഒരാൾക്ക് ആ ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടോ? ഇല്ലല്ലോ. അതല്ലല്ലോ അവരുടെ പ്രശ്നം. ഇവരുടെ പ്രശ്നം എന്താ? DYFI ഭക്ഷണം കൊടുക്കുന്നു, ആളുകൾ DYFIയെ പിന്തുണക്കുന്നു, അല്ലെങ്കിൽ DYFIക്ക് അംഗീകാരമാകുന്നു. അതാണോ ഇനി ഇവരുടെ പ്രശ്നം? എന്തിനാണ് ഇവർ അതിൻ്റെയൊക്കെ പേരിൽ ഇങ്ങനെ ഒരു വല്ലാത്ത വാശിക്ക് പോകുന്നത്? വേറെ എന്തൊക്കെ പ്രശ്നമുണ്ട് ഈ ആരോഗ്യ മേഖലയിൽ? ആളുകൾ പകർച്ചവ്യാധി പിടിപെട്ട് മരണപ്പെടുകയല്ലേ ഇല്ലേ? വലിയ സാഹചര്യം. കറണ്ട് പോയിട്ട് ചികിത്സ, ഓക്സിജൻ കിട്ടാതെ ആൾ മരിച്ചു എന്നുള്ള വാർത്ത കഴിഞ്ഞ ദിവസം വരുന്നു. അങ്ങനെയൊക്കെ വാർത്തകൾ വരും. ആരോഗ്യരംഗം ആകെ കുത്തഴിഞ്ഞ് കിടക്കുന്ന ഒരു സാഹചര്യം. ഇപ്പോൾ ഇവർ വന്നപ്പോൾ ഇവരുടെ ഒരു അനാസ്ഥ കൊണ്ട് വലിയ പ്രയാസവും പ്രതിസന്ധി ഉണ്ടാവുക. അതിനെയൊക്കെ ഒന്ന് മാനേജ് ചെയ്യുന്നതിന് പകരം അവിടെ നല്ല രീതിയിൽ നടക്കുന്ന ഈ പൊതിച്ചോറ് മുടക്കിയത് കൊണ്ട് ഈ കെ മുരളീധരനും കോൺഗ്രസിനൊക്കെ എന്ത് കിട്ടാനാ? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ഈ പൊതിച്ചോറ് മുടക്കിയിട്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അവിടെ ആരെങ്കിലും വേറെ പൊതിച്ചോറ് കൊടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സർക്കാർ സംവിധാനം വരികയാണെങ്കിൽ അതിനെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു എന്നുള്ളതാണ്. സുതാര്യമായി നടക്കുന്ന, കമ്പാരിറ്റീവ്ലി ഏറ്റവും ബെറ്ററായി നടക്കുന്ന ഒരു സംവിധാനം തന്നെയാണ് കേരളത്തിലെ PSC. ഇപ്പോൾ രാജ്യ തലസ്ഥാനത്ത് വലിയ സമരം നടക്കുക, നിങ്ങൾ കണ്ടല്ലോ. എന്തിനാ സമരം? CBSEയുടെ 12ാം ക്ലാസ് ക്വസ്റ്റ്യൻ പേപ്പർ വലിയ ക്രമക്കേടല്ലേ നടന്നത്? പിന്നെ നീറ്റ് മെഡിക്കൽ 22 ലക്ഷത്തിലധികം കുട്ടികൾ എഴുതിയ പരീക്ഷയാണ്. ആ ചോദ്യപേപ്പർ ഇതുപോലെ വാങ്ങാൻ കിട്ടുന്ന സാഹചര്യമാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം വന്ന ഒരു വാർത്ത, ഏതാ? നെറ്റ് സോഷ്യോളജി എക്സാമിൻ്റെ ചോദ്യപേപ്പർ. ഇങ്ങനെ രാജ്യത്തെ സകല മത്സര പരീക്ഷകളും കുത്തഴിഞ്ഞ രീതിയിലാണ് നടക്കുന്നത്. എല്ലാം ഈ തെരുവിൽ ചോദ്യപേപ്പർ വാങ്ങാൻ കിട്ടുന്ന സാഹചര്യം. എന്നാൽ കേരളത്തിൽ നടക്കുന്ന മത്സര പരീക്ഷകളും അതിപ്പോൾ ആരുടെ ഭരണത്തിലായാലും പൊതുവെ രാജ്യത്ത് തന്നെ മാതൃകയാകുന്ന തരത്തിൽ ഒരു കാര്യക്ഷമമായി നടക്കുന്നതാണ്. അതിനെവിടെയെങ്കിലും പാളിച്ചകളുണ്ടെങ്കിൽ അതും പരിശോധിക്കുകയും പരിഹരിക്കുകയും വേണം എന്നുള്ള അഭിപ്രായം തന്നെയാണ് ഞങ്ങൾക്കുള്ളത്. തീർച്ചയായിട്ടും ആ ഒരു പ്രതിഷേധവും ഞങ്ങൾ ഉയർത്തിക്കൊണ്ടുവരും. നല്ല രീതിയിൽ സുതാര്യമായി നടക്കുന്ന ഒരു സംവിധാനമാണ്. എവിടെയെങ്കിലും എന്തെങ്കിലും ചെറിയ ഒരു പാളിച്ചകളൊക്കെ ഉണ്ടെങ്കിൽ അത് തിരുത്തി അതിൻ്റെ കുറ്റക്കാർക്കെതിരെ നടപടിയെടുത്ത് മുന്നോട്ട് പോകണം.